എൻഡിഎയുമായി ചർച്ച നടത്തിയെന്ന വാർത്ത നിഷേധിച്ച കോൺഗ്രസ് നേതാവ് വി.എസ്. ശിവകുമാർ മതേതര വിശ്വാസികളെ എന്നിൽ നിന്ന് അകറ്റാനുള്ള ശ്രമമെന്ന ഫേസ്ബുക്ക് പോസ്റ്റ് വി.എസ്. അനു ചേർന്ന വിവരങ്ങളുമായി. വി.എസ്. അനു, ഈ തിരുവനന്തപുരം സെൻട്രൽ സീറ്റിനെ ചൊല്ലി ഈ ശിവകുമാർ നേരത്തെ തന്നെ കോൺഗ്രസുമായി ഇടഞ്ഞിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ബി.ജെ.പിയുമായി ആ സീറ്റ് വാഗ്ദാനം ചെയ്തതുവഴി ഒരു ചർച്ച നടത്തിയെന്നുള്ള വാർത്ത മാധ്യമങ്ങൾ നൽകുന്നത്. നിലവിൽ എന്താണ് അദ്ദേഹത്തിന്റെ വിശദീകരണം? അദ്ദേഹം അത് നിഷേധിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ ചർച്ച നടത്തിയെന്ന വാർത്തകളെ ശിവകുമാർ നിഷേധിക്കുകയാണ്. ഇത് മതേതര വിശ്വാസികളുടെ വോട്ട് അദ്ദേഹത്തിന്റെ വോട്ട് അത് ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഇത്തരം വാർത്തകൾക്ക് പിന്നിൽ എന്നുള്ളതാണ് ശിവകുമാറിന്റെ ആക്ഷേപം. മാത്രമല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവായ കരുണാകരൻ കോൺഗ്രസ് വിട്ടിട്ട് പോലും താൻ പാർട്ടി വിടാത്ത ആളാണ്. അങ്ങനെയുള്ള താൻ ഒരിക്കലും ഈ മതേതര കാഴ്ചപ്പാടിൽ നിന്ന് മാറില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഈ തിരുവനന്തപുരം സെൻട്രൽ സീറ്റുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന വാർത്തകളെ, ആരോപണങ്ങളെ നിഷേധിക്കുകയാണ് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള വി.എസ്. ശിവകുമാർ. ശരി, എന്തായാലും എൻഡിഎയുമായി ചർച്ച നടത്തിയെന്ന വാർത്ത നിഷേധിക്കുകയാണ്. വലിയൊരു ഫേസ്ബുക്ക് കുറിപ്പൊക്കെ അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം. തൻ്റെ രാഷ്ട്രീയ ഗുരുവായ കെ കരുണാകരൻ പോലും കോൺഗ്രസ് വിട്ടിട്ടും താൻ ഇതുവരെ കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുകയായിരുന്നു. തൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ വിവരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നത്.